വേഴമാറ്റം നടക്കുന്നത് 1201 ആണ്ട് വൃശ്ചിക മാസം 20-ാം തീയതി, ഇംഗ്ലീഷ് വർഷം 2025 ഡിസംബർ മാസം 6-ാം തീയതി ശനിയാഴ്ചയാണ്. അപ്പോൾ ഈ വേഴമാറ്റം കൊണ്ട് കൂടുതൽ ഭാഗ്യ അനുഭവങ്ങൾ കിട്ടുന്ന നക്ഷത്ര രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത്. ആദ്യമായി തന്നെ പറയട്ടെ, ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ആദ്യമായിട്ട് ഇടവരാശിക്കാർക്ക് ഏറ്റവും അധികം ഗുണഫലം സിദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വേഴം ധനസ്ഥാനത്താണ് വരുന്നത്. ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി, നമ്മുടെ ചിന്താമണ്ഡലം, അതായത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും എന്നതിനെപ്പറ്റി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥാനമാണ് 2. അപ്പോൾ ആ 2-ലാണ് വേഴം വരുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ വിചാരിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കാതിരുന്ന ആൾക്കാർക്ക് അത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലുള്ളവരായാലും അവർക്കൊക്കെ തന്നെ ശുഭഫലം സിദ്ധിക്കും എന്ന് തന്നെ വേഴം നമ്മളെ അറിയിക്കുന്നു. അപ്പോൾ അതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. അത് വേഴം ബുധൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ആയതിനാൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ വിശിഷ്ട രീതിയിൽ, അതായത് നമ്മുടെ ഇഷ്ട വഴിപാടുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഭാഗ്യം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ലഭ്യമാകുന്നതായിട്ട് ഇടവരാശിക്കാർക്ക് കാണുന്നു. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകരത്തിൻ്റെ ആദ്യ പകുതി. ഇനി പറയുന്ന മിഥുനമാണ്. ഈ മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, ഉണർന്ന, മുക്കാല്. നിങ്ങൾക്ക് ഈ വേഴം ആ രാശിയിൽ തന്നെ നിൽക്കുന്നു. എന്നിട്ട് അതിൻ്റെ ദൃഷ്ടി കൊണ്ട് തന്നെ നമുക്ക് ശുഭഫലങ്ങളാണ് കാണുന്നത്. 5-ാം ഭാവത്തിലോട്ട് ദൃഷ്ടി, 7, 9 ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ. 7 നിവൃത്തി സ്ഥാനം, 9 ഭാഗ്യസ്ഥാനം ഒക്കെയാണ്. അപ്പോൾ ആ രാശിയിൽ നിന്നുകൊണ്ട് തന്നെ വേഴം പറയുന്നു എല്ലാവിധമായ ഐശ്വര്യങ്ങളും ക്രയവിക്രയങ്ങളും യാത്രാഗുണങ്ങളും പിന്നെ ഉദ്യോഗലബ്ധിയും വിദ്യാവിജയങ്ങളും പിന്നെ പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ സഫലമായി വരുന്നതായിട്ട് തന്നെ മിഥുനരാശിക്കാർക്ക് കാണുന്നു. അപ്പോൾ ഇതിനായിട്ട് വേഴത്തെ പരിപോഷിപ്പിച്ചാൽ നമുക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ നേടാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു കാര്യമാണ്. എന്നാൽ ഈ രാശിയിലോട്ട് ശനിയുടെ ബന്ധം കൂടി ഉള്ളതുകൊണ്ട് ശനിപ്രീതി കൂടി ചെയ്യേണ്ടതാണ് ശനിയാഴ്ച. ഇനി പറയുന്നത് ചിങ്ങമാണ്. ഈ ചിങ്ങ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാലാണ്. അപ്പോൾ നിങ്ങൾക്ക് അഭിഷ്ടസ്ഥാനമായ 11-ലാണ് വേഴം വരുന്നത്. അപ്പോൾ 11 പറയുമ്പോൾ എല്ലാവിധമായ ഐശ്വര്യവും ലാഭങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റും. നമുക്ക് ക്രയവിക്രയങ്ങളായാലും ശരി, നമുക്ക് ഏതെങ്കിലും ധനപരമായിട്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് നമ്മളെ കൈകളിലേക്ക് എത്തപ്പെടും എന്നാണ്. അപ്പോൾ അതിനായിട്ട് കാര്യമായി പരിശ്രമിച്ചാൽ ഇപ്പോൾ അതിനുള്ള ഫലം ഉണ്ടാകും എന്ന് തന്നെയാണ് അഭിഷ്ടസ്ഥാനമായ 11-ൽ നിന്നുകൊണ്ട് വേഴം നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ അതിനായിക്കൊണ്ട് ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക,
മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആ രാശിയിൽ കേതുവിൻ്റെ സഞ്ചാരപഥമുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിനായിട്ട് നാഗരാജ പ്രീതി കൂടി ചെയ്താൽ നമുക്ക് വേഴത്തെ കൊണ്ടുള്ള വേഴത്തെ കൊണ്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി പറയുന്ന കന്നിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്തരം, മുക്കാല്, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് കർമ്മസ്ഥാനത്താണ് വേഴം പോയിരിക്കുന്നത്. കർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ തൊഴിൽ എന്താണോ അതിൽ. അപ്പോൾ തൊഴിൽപരമായ ഉന്നമനം ഉണ്ടാകണമെങ്കിൽ, അതായത് തൊഴിൽ അതിൽ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ കാര്യമായ പരിശ്രമം വേണം. ഇപ്പോഴുള്ള തൊഴിൽ സ്ഥിരത, അതായത് നമ്മുടെ പങ്ക് ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളായിട്ട് തൊഴിലിൽ അല്ലെങ്കിൽ കൃത്യനിഷ്ഠ പാലിക്കാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അത് സ്ഥാനചലനം ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇത് ദോഷമല്ല, ഒരു ജാഗ്രത വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ 50% നമുക്ക് ഈ കർമ്മസ്ഥാനത്തെ വേഴം അനുകൂലം തന്നെയാണ്. അതിന് കാരണം ഈ കന്നിരാശിക്കാർക്ക് 4ൻ്റെയും 7ൻ്റെയും ചുമതലയുള്ള ഒരു വേഴമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചുമതല കൂടി കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വേഴത്തെ കൊണ്ട് ദോഷം പറയാനില്ല. എന്നാൽ ഈ രാശിയിലോട്ട് ശനിയുടെ ബന്ധമുണ്ട്. അപ്പോൾ ആ ഒരു ദോഷം മാറ്റണമെങ്കിൽ ശനിപ്രീതി കൂടി ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇനി പറയുന്നത് തുലാമാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാല്. നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്ഥാനമായിട്ടുള്ള ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ാം ഭാവത്തിലാണ് വേഴം പ്രവേശിച്ചിരിക്കുന്നത്. പിതൃധനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാനുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഉള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഉചിതമായ ഒരു സമയമായി കാണുന്നു. ഭാഗ്യം വർധനവ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് നേരത്തെ പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയായി വരും എന്ന് വേഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിനായിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ വ്യാഴാഴ്ച ചെയ്യുന്നത് ഉത്തമമായി കാണുന്നു. അത് വേഴം അനുകൂലമാണ്, ദോഷമായിട്ട് ഇല്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥാനം, ഇപ്പോൾ വേഴത്തെ പറ്റിയാണ് പറയുന്നതെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥാനം 5ാം ഭാവം, സന്താനഭാവം എന്ന് പറയും. അപ്പോൾ അവിടെ ഈ രാഹുവിൻ്റെ നിൽപ്പുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാഗരാജ പ്രീതി കൂടി ചെയ്താൽ ഭാഗ്യമായി എല്ലാ ഭാഗ്യങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് നിവർത്തി സ്ഥാനമായ 7ലാണ് വേഴം പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധമായ ഐശ്വര്യവും ഭാഗ്യവും യാത്രാഗുണവും, ഇനി വിവാഹം ഒക്കെ നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് വിവാഹ കാര്യങ്ങൾ, സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം, പിന്നെ വിദേശ യാത്ര, പിന്നെ ഗൃഹനിർമ്മാണം, പിന്നെ ക്രയവിക്രയങ്ങൾ, അങ്ങനെയുള്ള എല്ലാവിധമായ, പിന്നെ ഉദ്യോഗലബ്ധി, അങ്ങനെയുള്ള എല്ലാവിധമായ ഐശ്വര്യവും കിട്ടും എന്ന് തന്നെയാണ് വേഴം സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ വേഴത്തെ കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നു. എന്നാൽ ഈ രാശിയിൽ ശനിയുടെ ബന്ധം വരുന്നതിനാൽ ശനിപ്രീതി കൂടി ചെയ്തു പോയാൽ അത് നല്ല ഒരു കാര്യമായി കാണുന്നു. ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് വേഴം 5ലാണ്. 5 എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനം, മനസ്സിൻ്റെ സ്ഥാനം, സന്താനഭാവം എന്ന് പറയും. അപ്പോൾ അവിടെയാണ് വേഴം പ്രവേശിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ, അത് എന്ത് തന്നെയായിരുന്നാലും, വിവാഹ കാര്യങ്ങളായാലും ശരി,
സന്താനങ്ങളുടെ ഭാഗ്യം, അത് സന്താനങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടായാലും യാത്രാ ഗുണങ്ങൾ, ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങൾ, വിദ്യാവിജയം എന്ന് വേണ്ട ഭൗതികമായിട്ടുള്ള എല്ലാവിധമായ ഐശ്വര്യവും നൽകും എന്ന് വേഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിനായിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക വ്യാഴാഴ്ച. അപ്പോൾ അങ്ങനെയാണ് കാലതാമസമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഭാഗ്യങ്ങൾ നമ്മളെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. പിന്നെ ഈ വേഴത്തെ കൊണ്ടുള്ള ഫലമാണ് പറയുന്നുവെങ്കിലും നിങ്ങളുടെ ഈ കുംഭരാശിയിൽ രാഹു നിലയുറപ്പിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്താൽ അത് ഭാഗ്യത്തിന് മങ്ങലില്ലാതെ നമുക്ക് കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കും. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതിയാണ്. നിങ്ങൾക്ക് സുഖസ്ഥാനത്താണ് വേഴം പ്രവേശിച്ചിരിക്കുന്നത്. നിങ്ങളെ കർമാധിപതിയാണ് വേഴം. കർമാധിപതിയും ചന്ദ്രലഗ്നാധിപനുമായിട്ടുള്ള വേഴമാണ് നിങ്ങൾക്ക് 4-ൽ സുഖസ്ഥാനത്ത് പ്രവേശിച്ചിരിക്കുന്നത്. സുഖം, വാഹനം, സുഖസ്ഥാനം, മാതൃസ്ഥാനം, വാഹനസ്ഥാനം, ബന്ധുജനങ്ങൾ, സുഹൃത്തുക്കൾ എന്നീ പ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള വേഴം നിങ്ങൾക്ക് 50-60% ഗുണഫലങ്ങൾ തരും എന്ന് തന്നെയാണ് കാണുന്നത്. അത് പറയാനുള്ള കാരണം നിങ്ങളുടെ രാശിയിൽ ശനിബന്ധം ഉണ്ട്, അതുകൊണ്ട് തന്നെ. അപ്പോൾ ആയതിനാൽ വേഴപ്രീതി ചെയ്യുക, ശനിപ്രീതി ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദോഷങ്ങളില്ലാതെ നമുക്ക് ഭാഗ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ വീഡിയോ കേട്ട് ഇരുന്ന എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.